എന്നെ ചതിച്ചിട്ട് ഈ അവന്റെ കൂടെ മാസമാത്തോടെ ജീവിക്കാൻ വിചാരിച്ചടി. എനിക്ക് മറ്റൊരുത്തിന്റെ കൂടെ അവിഹിതം ഉണ്ടെങ്കിലേ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാ. നീ എന്താക്ക, പണിയൊന്നും കഴിഞ്ഞില്ലേ? എത്തിയോ? ഞാൻ വരുമ്പോഴത്തേക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നീലി സർക്കസ് ഉണ്ട്, അതാണ് ഇതാണ് നേരത്തെ വരാൻ പറഞ്ഞത്. എന്നിട്ട് എത്തിയാന്നോ? അയ്യോ, നേരത്തെ വരുമ്പോ ഇത്രയും പെട്ടെന്ന് എത്തും വിചാരിച്ചില്ല. നിനക്ക് എപ്പോഴും പരാതിയില്ലടി, നിന്നെയും കുഞ്ഞിനെ ഞാൻ എവിടെയും കൂട്ടിക്കൊണ്ടു പോകുന്നില്ല പറഞ്ഞിട്ട്. ഇനിയിപ്പൊ ഞാൻ കാരണം നിങ്ങളുടെ സർക്കസ് മുടങ്ങണ്ട പറഞ്ഞിട്ടെ കുറച്ച് നേരത്തെ ഇറങ്ങിയതാ, ട്രാഫിക്കിൽ കൊടുക്കണ്ടല്ലോ. ഇതിപ്പോ എത്ര മണിക്കാ ഷോ? ഷോ 6 മണിക്കാ. പക്ഷെ എനിക്ക് സർക്കസിന് പോകണമെന്നൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോയിട്ട് ചായ കുടിച്ചാൽ മാത്രം മതി. പുറത്തു പോയി ചായ കുടിക്കാനാണോ ഞാൻ ഇത്ര നേരത്തെ വന്നത്? കുഞ്ഞവിടെ? അവനതാ നീതുവിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുക. നീ വേഗം പോയി വിളിച്ചിട്ട് പാടി. സർക്കസിന് പോകണു പറഞ്ഞാ മാനേജറിന്റെ കൈയും കാലും പിടിച്ച് നേരത്തെ അറിയത്. ഇപ്പൊ നാളെ പോയിട്ട് ഫോട്ടോ ചോദിക്കും. ഞാൻ കുളിക്കുന്നൊന്നുമില്ല കേട്ടോ, തന്നെയാണ്. നീ വേഗം മാറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുണ്ടല്ലോ. കുഞ്ഞുസേ, കുഞ്ഞുസേ, ചെക്കനെ കാണുന്നില്ലല്ലോ. നീതു, നീതു, കുഞ്ഞെ ഒന്ന് വാ മുത്തേ, സമയായി. എത്ര നേരമായി കുഞ്ഞാ? എന്താക്ക സന്ധ്യ ഇതുവരെയായിട്ട് കഴിഞ്ഞില്ലേ? വേഗം വാ ഏട്ടോ, 2 സെക്കൻഡ്. കുഞ്ഞു വാഷ്റൂം പോയിരിക്കുക. നീ എന്ത് കളിയാണ് ഈ കളിക്കുന്നത്? ഇതൊക്കെ നേരത്തെ ചെയ്തൂടെ? എനിക്ക് മാനേജറിന്റെ കൈയും കാലും പിടിച്ചിട്ടാ ഞാനിപ്പോ ഇത്ര നേരത്തെ വന്നത്. നീ സർക്കസ് കാണാമോ അതാണ് പറഞ്ഞിട്ട് വേഗം നോക്കടി. ഏട്ടോ, കുഞ്ഞിനൊന്ന് വാഷ് ചെയ്ത് കൊടുക്കോ. ഞാൻ ഒന്ന് ഷോൾ എടുത്തിട്ട് വരാം, മേലെ ഇട്ടിരിക്കുന്നേ. പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കുന്ന സെക്കൻഡിനത്. എടി 6 മണിക്കല്ലേ പരിപാടി, ഫുള്ള് ട്രാഫിക് ആയിരിക്കില്ല. നീ എന്തെങ്കിലും ആക്കി ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ പകുതി കഴിച്ച് ഞാൻ തിരിച്ചു വരേ. ഏട്ടാ, വണ്ടി സ്റ്റാർട്ടൊക്കെ ഞാൻ എത്തി. വെറുതെ ലേറ്റാണോട് ഞാൻ എവിടെയും പോവാ. എന്താടാ ആര് ഓനപ്പ വന്ന്? എന്താടാ നമ്മളൊന്നും പറയാത്തത്? ഗ്രൂപ്പിലോ? ഞാൻ ഗ്രൂപ്പ് തുറന്നു നോക്കിയില്ലേ, നെറ്റ് ഓഫാ. എന്നിട്ട് പേടിയല്ലേ ആണ്? ഞാൻ ഇപ്പൊ വരാം. ആ എന്താ ആരാ വിളിച്ച്? ആ ബിജു വിളിച്ചാടി. നമ്മുടെ രമേശനെ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ആരോടും പറയാണ്ട് ആ ഗൾഫിൽ നിന്ന് ഇപ്പൊ നാട്ടിലെത്തിയത്രേ. ഞാനേ വേഗം ഒരു 10 മിനിറ്റ് ഉണ്ട് കേട്ടോ. എന്താ ഏട്ടത്? നമ്മൾ പറങ്ങാൻ നിക്കല്ലേ? ഏട്ടനല്ലേ പറഞ്ഞു സമയമില്ല വേഗം വാന്നൊക്കെ. എന്തായാലും അവൻ കുറച്ചു ദിവസം നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, വന്നിട്ട് കണ്ടാ പോരെ? എടി ഞാൻ 4 മണിക്ക് വന്നതല്ലേ, 4:45 നീ മാറ്റി കഴിഞ്ഞില്ലല്ലോ. ഞാൻ നിന്നെ പോലെയല്ല ഒരു 5 മിനിറ്റുള്ളിൽ എത്താം. വേഗം മോൻ കാണിച്ച് വരാം, അപ്പോഴേക്കും മാറ്റി നിർത്താ ചെക്കനെ ഒന്ന്. വേഗം വന്നപ്പം കുറച്ച് സന്തോഷതാ. ഇനിയിപ്പോ ഏത് സമയത്താണ് അവ വരുന്നത്? ഒന്ന് വിളിക്കുമ്പോ എടുത്തു വിളി. ഈ മനുഷ്യൻ എന്തിനാ കട്ടാക്കി വിടുന്നത്? എത്ര നേരം റെഡിയായി നിൽക്കുന്നത്? കുഞ്ഞുമാ ഒന്ന് എണിക്കടാ, അച്ഛപ്പ വരുവേ. അവൻ ഉറങ്ങിപ്പോയടാ. അച്ഛൻ വരുന്നുണ്ടപ്പോ, എന്നിട്ട് നമുക്ക് പോവേ സർക്കസിന്. എന്താ ഏട്ടാ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നത്? ഒന്ന് ഫോൺ എടുത്തൂടെ? ഇത് കുറച്ച് ബോധമില്ലടി, എടുക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ കട്ടാക്കുന്നത്. പിന്നെ എന്ത് ഈ തുരു വിളിച്ചുകൊണ്ടിരിക്കുന്നത്? 10 മിനിറ്റിൽ വരാൻ പോയതല്ലേ, ഇപ്പൊ 6 മണിയായി. നമുക്ക് പോയാലോ? 6 മണി കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? രാത്രി ഷോക്കറ്റാ പോയ പിന്നെ തിരിച്ചെത്തുമ്പോ ലേറ്റ് ആവടി. എന്നാ പിന്നെ ഇവിടെ അടുത്തെങ്കിലും പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം. കുഞ്ഞും കുറെ നേരം റെഡി ആയി നിക്ക. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലല്ലേ, എനിക്ക് വയ്യ, എനിക്ക് വണ്ടി ഓടിക്കാന്ന് കഴിയില്ലേ. ഉറക്കം വന്നിട്ട് പുറത്തു സർക്കസിന് പോയില്ല. ആന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എടാ ആ കൂടി 10-15 ദിവസമല്ലേ നീ നാട്ടിലുള്ളൂ. അതിന് വേണ്ടി ഇനിയിപ്പോ കാറ് വാടകയ്ക്ക് എടുക്കൊന്നും വേണ്ട, നീ ഇതെടുത്തോ. എടാ ഞാൻ ബസ്സിന് പോയിക്കോളടാ.
കീ ഞാൻ ഇവിടെ കൊടുക്കാട്ടാ. ഓഹോ, രാത്രി എന്തൊരു സെറ്റാക്കാം. ശരി ശരി. ആ പോയിട്ട് വരാട്ടോ. എന്താടി നിനക്ക് എന്താ പ്രശ്നം? രാവിലെ ജോലിക്ക് മുമ്പ് തന്നെ മോൻ വീർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം പോവാത്തോണ്ടാണാ? അത് ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് നീ പ്രത്യേകിച്ച് പറയുന്നത് വേണ്ടല്ലോ. നിന്റെ മോൻ കൊണ്ട തന്നെ അറിയാലേ. അതിന് നീ എപ്പോഴും ഇങ്ങനെയാടി? രാവിലെ തന്നെ ബാഗ് എടുത്ത് ഫുഡ് എടുത്ത് ഏട്ടാ പറഞ്ഞ ബാക്കിൽ വരികയല്ലേ. ഇതുപോലെ ഒരു കാണാൻ പുറത്തന്നെ മോൻ പോലെ ആക്കി വെച്ചിരുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താ? പോവാൻ സമയമെങ്കിൽ പോവാൻ നോക്ക്. വെറുതെ എന്റെ അടുത്ത് ചാടിക്കറാൻ നിൽക്കുന്നു. എടി എനിക്ക് പോവാനേ നിന്റെ പെർമിഷൻ ഒന്നും വേണം കേട്ടോ. എനിക്കറിയാം. ഒരു ജോലിക്ക് പോകുമ്പോ രാവിലെ തന്നെ ചിരിച്ചു മുഖത്തോടെ നിൽക്ക്. അതാണ് ഒരു ഭാര്യ ചെയ്യേണ്ട കടമ. കടമ നിങ്ങൾ എന്നെ പഠിപ്പിക്കുക? ഒരു ഭർത്താവെന്ന നിലയിലേ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്? എന്താടി നീ അങ്ങനെ പറഞ്ഞത്? നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തു തന്നിട്ടില്ല. എടി വീട്ടിലേക്ക് എല്ലാ സാധനവും മേടിച്ചു തരുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നില്ലേ? നല്ല വീടും ഉണ്ട്, 3 നേരം തിന്നാനും കിട്ടുന്നുണ്ട്. പിന്നെ നിനക്ക് എന്താടി വേണ്ടത്? എന്റെ കാര്യം വിട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊന്ന് പറ. എന്തേ? വേണ്ട, ഞാൻ തന്നെ പറയാം. രാവിലെ 9 മണിക്ക് നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ 6 മണിക്കല്ലേ എത്തുന്നത്. വന്നെത്തിയതും ബാഗ് വെച്ചൊരു ഒറ്റ പോക്കല്ലേ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞിട്ട്. എന്നിട്ട് അവന്മാരും കൂടി സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഏത് സമയത്ത് നിങ്ങൾ കയറി വരുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ രാവിലെ എടുത്ത് വെറുതെ കളയുക ചെയ്യുന്നത്. രാവിലെ ഓഫീസിൽ പോകുമ്പോഴൊക്കെ സന്ധ്യ അതേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിൽ വരും. എന്തുകൊണ്ട്? നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഭക്ഷണം എടുത്ത് തരാനും ഡ്രസ്സ് അയൺ ചെയ്യാനും വെള്ളം ആക്കി തരാനൊക്കെ. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പോയിക്കോ. പക്ഷെ ഞങ്ങൾക്കൊരു പരിഗണന തന്നൂടെ? ഓ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം അല്ലേ? എന്നൊരു കാര്യം ചേടി, നീ ജോലിക്കും പുറത്തുനിന്ന് പോകണ്ടേ? നിന്നെയും കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഇരിക്കുക. എല്ലാ പെണ്ണുങ്ങളും പൈങ്കിളി തന്നെ അല്ലേ? കുറച്ചു നേരം ഭാര്യൻ്റെയും കുഞ്ഞിൻ്റെ കൂടി ഇരിക്കുന്നതും പുറത്തു പോകുന്നൊക്കെ നിങ്ങൾക്ക് പൈങ്കിളിയാണല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞില്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര തവണ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയിട്ടുണ്ട്? അതിനേക്കാളും 100 ഇരട്ടി നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പോയിട്ടുണ്ട്. എടി ഞാൻ ഒരു സത്യം പറയാം. ഭൂരിപക്ഷം ആണുങ്ങൾക്ക് ഈ ഫാമിലിയിലൂടെ ചെലവഴിക്കുന്നതിനാലും സുഖേ ഫ്രണ്ട്സിനൂടെ അടിച്ചു പൊളിക്കുമ്പോഴാണ്. ഞങ്ങൾക്കും ഈ പറയുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കല്യാണത്തിന് ശേഷം ഭർത്താവിനെയും കുഞ്ഞിനെയും വിട്ടിട്ട് ഞങ്ങൾ ഇതുപോലെ പോകുന്നൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനായിട്ടാ നിങ്ങളെ പോലുള്ളവർ കല്യാണം കഴിക്കുന്നത്? എന്നെ പോലുള്ള പെണ്ണുങ്ങളുടെ ജീവിതം കളയാനായിട്ടാ? ചിലക്കാണ്ട് പോളിയാടുന്ന്. നിന്നോടൊക്കെ മറുപടി അറിഞ്ഞാലേ അതിനെ സമയം ഉണ്ടാവുള്ളൂ. രാവിലെ തന്നെ ഓരോ ലോക്കാക്കി ഇവിടെ. എന്താ ഇപ്പൊ ഫോൺ എടുക്കാത്ത? വാളിനി ആയിപ്പോയി. എന്ത് അവിടെ പോയി കിടക്ക. എന്റെ ഗേറ്റിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എന്താടി 10 മണിയാകുമ്പോഴേക്കും ഗേറ്റും ഡോറൊക്കെ അടിച്ച് കിടക്കുക? നിങ്ങളുടെ ഓഫീസ് 5 മണിക്ക് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തേണ്ടതല്ലേ? ഇപ്പൊ സമയം 10:30 ഇത്രയും നേരം നിങ്ങൾ എവിടെ പോയി കിടന്നതാ? അല്ല, നിങ്ങൾ ഈ കമ്പനിക്കാരനോട് കുടിച്ചു കൂത്താടി നടക്കുന്നത് ഞാനിവിടെ കാത്തിരിക്കണോ? അവൻ ഗൾഫിൽ നിന്നാലും നിനക്ക് അറിയില്ലേ? അവനോട് ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു. ആ വൈകിയത് ഒരിക്കൽ രമേശൻ വരും, പിന്നെ സതീശൻ വരും, രാഹുൽ വരും. അതും ഇല്ലെങ്കിൽ നാട്ടിലെ കുറെ എണ്ണങ്ങൾ ഉണ്ടാവല്ലോ കമ്പനി കൂടാനായിട്ട്. നിങ്ങൾക്ക് ഈ ഫ്രണ്ട്സിന്റെ കൂടെ ചെലവഴിക്കാൻ കുറെ സമയമൊക്കെ കാണുന്നുണ്ടല്ലോ. എന്റെയും കുഞ്ഞിന്റെ ഒരു കൂടെ 5 മിനിറ്റ് ഇരിക്കാൻ
പറ്റുന്നില്ല അല്ലേ? നീ ഇതന്നെയല്ലേ രാവിലെയും പറഞ്ഞത്? രാവിലെ അല്ല, 6 വർഷമായിട്ട് ഇതന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലടി, ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് തവണ വൈകി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഗേറ്റും ഡോറൊന്നും ലോക്കായിട്ട് നീ മുന്നിൽ വന്നിരിക്കുകയാണല്ലോ. ഇപ്പൊ എന്താ ഒരു പ്രത്യേകത? നല്ലൊരു ജീവിതം കിട്ടട്ടെ വേണ്ടാ 6 വർഷം ഞാൻ നിങ്ങളുടെ ബാക്കിൽ നടന്നത്. എന്തായാലും ഇനി അത് കിട്ടുന്ന എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെ എന്തിനാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം? ഇല്ലടി, ഞാൻ ഗേറ്റിന്റെ അടുക്കാന്ന് കുറെ നേരം ഫോൺ വിളിച്ചല്ലോ, നീ ഇത് എടുക്കാതെ? ഞാനും നിങ്ങളുടെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ആരടി ഈ രാത്രി നിന്റെ മൊബൈലിൽ കുറെ നേരം വിളിക്കുന്നല്ലോ, ആരാത്? അതെന്തിനാ നിങ്ങൾ അറിയേണ്ട ആവശ്യം? ഈ വീട് വൃത്തിയാക്കാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരാള്, അത്രയല്ലേ ഉള്ളൂ ഞാന്. അതുകൊണ്ട് എന്തെങ്കിലും എന്റെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാ? പിന്നെ ഇത് മാത്രം എന്തിനാ? നീ ചോറെടുത്ത് വെക്കി. നിങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ല, ഞങ്ങൾക്ക് 2 ആൾക്കുള്ളതുണ്ടായിരുന്നു, അത് ഞങ്ങൾ നേരത്തെ കഴിച്ചതാ. എന്തിനാ വെറുതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്? രാവിലെ കളയാൻ വേണ്ടിട്ടല്ലേ? ഞാൻ പുറത്ത് കഴിച്ചില്ലാന്ന്. ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും ഉണ്ടാക്കിത്താ. സമയം 11 ഇനി നിങ്ങൾക്ക് വേണ്ടി വെച്ചൊരുക്കി തരാമെന്ന് എനിക്കാവില്ല. ഞാൻ കിടക്കാൻ പോവാ. അല്ലേ നീ എന്താ ആടെ കിടക്കാൻ പോന്ന്? ഇനി മുതൽ ഞാനും കുഞ്ഞും ഇവിടെ കിടക്കുന്നത്. അവൻ്റെ ഒരു ഫോൺ കൊണ്ട് കട്ടാക്കണം. രാവിലെ ആയിട്ടാണ്. പക്ഷെ എന്നിട്ട് സന്ധ്യേ, ഈ കുറച്ച് ചൂടുകൾ റൂമിൽ രാവിലെ എളുപ്പ. ഡേ സന്ധ്യ, എന്താ രാവിലെ തന്നെ എവിടെ പോയാടി? കുറച്ച് ചൂടുവെള്ളം വെച്ചാ തൊണ്ട കാണിക്കുന്നു. രാത്രി കുടിക്കുമ്പോ ആലോചിക്കണായിരുന്നു. തോന്നത്താനെ ഉണ്ടാക്കിയാൽ മതി, എനിക്കൊന്നും ആവില്ല. എന്ത് ഏട്ടാ കീട്ടാവാനിട്ട് എന്ത് പറയാനും ചെയ്തു തരുന്നാലടി. എന്താ കൊറേ ദിവസമായിട്ട് നിങ്ങൾക്കൊരു മാറ്റാം? ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ഫോണ് കൈ കൊണ്ട് തൊഴാത്ത വേണം, കയ്യിൽ തന്നെയാണല്ലോ. ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്താ അളിയാ തല പൊന്തിയോ? ആര്? രാകേഷിന്റെ കാര്യോ? എന്താടാ ഈ പറയുന്നത്? ആ കുഞ്ഞിനെ കൊണ്ട് വിളിച്ചോടിയോ? ഞാൻ വരാം. ദൈവമേ, എന്തായത്? കൊറേ ദിവസമായാലും നിന്റെ ഫോണിൽ കളി തുടങ്ങിയിട്ട്. ഏത് നേരം നോക്കിയാലും നീ ആർക്കാടി എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ആർക്ക് മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് എന്താ? എനിക്ക് എന്താണോ, നീ എന്റെ ഭാര്യയാണ്ടി. ആ ബോധം നിങ്ങൾക്ക് ഇപ്പോഴാണോ വന്നത്? കൂടുതൽ ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിലേ ആ രാകേഷിന്റെ ഭാര്യ നിന്നെ പോലെ ഏത് നേരം മൊബൈൽ എടുത്ത് നടക്കായിരുന്നു. അപ്പൊ അവനെയും ചോദിച്ചിട്ടേ ആ പൊടിക്കുഞ്ഞിനെടുത്ത് അവള് ഏതോ ചെക്കനോട് ഒളിച്ചോടി പോയി. വൃത്തിയായിട്ട് അവളിനെ എന്തിനാ കുറ്റം പറയേണ്ട കാര്യം? അവന് നിങ്ങളെ പോലെ ഭാര്യയും കുഞ്ഞിനെയും ചിന്തിക്കാണ്ടേ ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞിട്ട് കുടിച്ച് കൂത്താടി നടക്കല്ലേ. പോയതിൽ ഒരു കുഴപ്പമില്ല, അവളുടെ ചെയ്ത് രക്ഷപ്പെട്ടു, അത്രേനെ. അപ്പൊ ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്താ നീ ഇടക്കുള്ള പെണ്ണുങ്ങൾ ഇതുപോലെ ഒളിച്ചോടി പോന്നാ? കുറച്ചു നേരം പോലും ഭാര്യന്റെയും കുഞ്ഞിന്റെയും കൂടെ സമയം ചെലവഴിക്കാൻ പറ്റാത്ത നിങ്ങളെ പോലുള്ളവന്മാരുടെ കൂടെയൊക്കെ പിന്നെ എന്തിനാ ഭാര്യമാര് കഴിയേണ്ട ആവശ്യം? അപ്പൊ നീയും തീരുമാനിച്ചിറങ്ങിയിരിക്കുകയല്ലേടി?
ഏതവനായിട്ട് നീ ചാറ്റ് ചെയ്യുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത്. എന്താ സന്ധ്യ, നീ നിനക്ക് തന്നെയാണോ ഇത്രയും ദിവസം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്? പിന്നെ ആർക്കായിട്ടാ ഞാൻ അയക്കേണ്ടത്? എന്റെ കൂടെ ഒന്ന് ഇരിക്കാനോ, എന്നോട് സംസാരിക്കാനോ, എന്നൊന്ന് കേൾക്കാനോ ആരുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്റെ ഫ്രണ്ട്സൊക്കെ ഭർത്താക്കന്മാരോട് പുറത്തു പോകുന്നതും സന്തോഷിക്കുന്നതൊക്കെ കാണുമ്പോ എനിക്ക് മാത്രം പറ്റുന്നില്ലല്ലോ. പറഞ്ഞിട്ട് ഞാൻ എത്ര വേദനിച്ചിട്ടുണ്ടെന്നറിയോ? ഇതില് അലാറം സെറ്റ് ചെയ്ത് വെച്ചതാ? നിങ്ങൾ എന്നൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാട്ടാ ഞാൻ ഈ കോമാളിത്തരൊക്കെ കാണിച്ചു കൂട്ടിയത്. എന്താ ഏട്ടാ, കിട്ടിയോ? എവിടെ വേണമെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്തോ, ഒരാഴ്ച ലീവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ റെഡി. കുഞ്ഞുസേ, ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാ. മോൻ തന്നെ പറ, നമുക്ക് എവിടെ പോണ്ടത്? പറടാ, എല്ലാം റെഡിയല്ലേ? ആണോ? പിന്നെ പറയാന്നുണ്ടോ, ഒന്നും വിചാരിക്കലില്ല. എടാ, ഇത്രയും കാലേ നിങ്ങളുടെ കൂടെ ചെലവഴിച്ചതിൻ്റെ 1% പോലും എൻ്റെ ഭാര്യൻ്റെയും കുഞ്ഞിനും കൊണ്ട് ഇരുന്നിട്ടില്ലടാ. ഇനി കുറച്ച് കാലേ വീടിനോട് ചെലവഴിക്കട്ടെ. ഞാൻ വിളിക്കടാ. ശരി.